നമസ്കാരം. സനാതന ധർമ്മത്തിൽ ചൈത്ര നവരാത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ വർഷവും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപാദ തീയതി മുതൽ നവരാത്രി ആരംഭിക്കുന്നതാകുന്നു. ഈ കാലയളവിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നതുമാണ്. ജ്യോതിഷ കലണ്ടർ അനുസരിച്ച് ഈ ദിവസം നിരവധി ശുഭകരമായ യോഗങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് 5 വ്യത്യസ്തമായ രാജയോഗങ്ങൾ ഈ കാലയളവിൽ രൂപാന്തരപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഈ യോഗത്തിന്റെ രൂപീകരണം മൂലം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരാൻ പോവുകയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ്, ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. മേടം രാശിയിലാണ് ഗജകേസരി രാജയോഗം രൂപാന്തരപ്പെടുന്നത് എന്ന് പറയാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിലാണ് ഗജകേസരി യോഗം രൂപാന്തരപ്പെടാൻ പോകുന്നത്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ഈ രാജയോഗം മൂലം പ്രത്യേകമായ ഐശ്വര്യങ്ങൾ, നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. ചൈത്ര നവരാത്രി കാലത്ത് ദുർഗാദേവിയുടെ അനുഗ്രഹം, പ്രത്യേകമായ അനുഗ്രഹം തന്നെ ഈ രാശിക്കാരിൽ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സർവ മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും. കുടുംബത്തോടൊപ്പം സമയം ആസ്വദിക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന കാര്യവും ഓർക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതുമാണ്. പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരും. ഈ കാലയളവിൽ പുതിയ ബിസിനസ് ചെയ്യുവാൻ അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ദുർഗാദേവിയുടെ കടാക്ഷത്താൽ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്നും നിസ്സംശയം പറയാം. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം അഭിനന്ദനങ്ങൾ തേടിയെത്തുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഇത്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടാക്ഷങ്ങൾ വന്ന് ചേരുന്നതാണ്. ഉയർച്ച വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ ശശരാജയോഗത്തോടൊപ്പം തന്നെ മറ്റു രാജയോഗങ്ങളും ഈ സമയം രൂപാന്തരപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ സമയം ദുർഗാദേവിയുടെ കടാക്ഷം, പ്രത്യേകമായ കടാക്ഷം, അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാണ്. ഈ രാശിയിലുള്ളവരോട് ശനിദേവനും ദയ കാണിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ എല്ലാ മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തോടൊപ്പം ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വാഹനം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ധാരാളമായി നേട്ടങ്ങൾ, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷത്തിന്റെ അന്തരീക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ഈ സമയം ഏറ്റവും മികച്ചതാണ് എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള ചില വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത, ബഹുമാനം
വർദ്ധിക്കുന്നതായ അവസരമാണ്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ സമയം തീർച്ചയായും ദുർഗാദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ദേവിയുടെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന വ്യക്തികൾക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ദുർഗാദേവിയുടെ കടാക്ഷം, പ്രത്യേകമായ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ ജോലികളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ദുർഗാദേവിയുടെ കടാക്ഷത്താൽ ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന പല ജോലികളും നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാനോ ഒരു പരിധിവരെ പരിഹരിക്കുവാനോ സാധിക്കും. കടബാധ്യതകളിൽ നിന്നും മോചനം പോലും ലഭിക്കാം എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. കുടുംബത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പുതിയ ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതിന് അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദുർഗാദേവിയുടെ കടാക്ഷം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തരും. അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വളരെയധികം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ പെട്ടെന്ന് കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. ഈ സമയം ദേവിയുടെ കടാക്ഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ദേവിയെ ആരാധിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. കഠിനാധ്വാനത്തിലൂടെ വളരെയധികം ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്തിലൂടെ ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് നിസ്സംശയം പറയാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായി ഒരു വ്യക്തി കടന്നു വരികയോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ പങ്കാളിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മംഗളകരമായ പരിപാടികളിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. ബിസിനസ് വളരെയധികം വിപുലീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജോലി വളരെ കാലമായി കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും കടന്നു വരും. ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശുഭവാർത്തകൾ തേടിയെത്താം. തീർച്ചയായും നിങ്ങൾ ഈ സമയം ദുർഗാദേവിയെ ആരാധിക്കുന്നതും ഭജിക്കുന്നതും ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്. ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഈ സമയം ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നിസ്സംശയം പറയാം.